ഇവിടെ എറണാകുളത്താണ് പഠിച്ചത്, എറണാകുളം ലോ കോളേജ്. അതിനുശേഷം യു കെയിൽ സെറ്റിൽഡാണ്. അവിടെയും ലോയറാണ്, അതാണ് പ്രൊഫഷൻ. പക്ഷേ കോവിഡൊക്കെ വന്ന സമയത്താണ് ക്രിക്കറ്റിലേക്കൊക്കെ കുറച്ച് ഇൻവോൾവ് ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ ഒരു ക്രിക്കറ്റ് തരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നതായിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് ഗ്രാജ്വലി ഇൻവോൾവ് ആവുന്നത്. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് നമ്മുടെ ജയേഷേട്ടനും KCAയുടെ നമ്മുടെ വിനോദേട്ടനും ഒക്കെ ഇങ്ങനൊരു കാര്യം പറയുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഈ ക്രിക്കറ്റിലേക്ക് എങ്ങനെയാണ് ഇത് ഒബ്വിയസ്ലി ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഇത് കുറച്ചൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളൊരു ബിസിനസ്സായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയദർശൻ സാറ് ഒക്കെ ടീം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു എനർജിയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു ഫിഗർ ഇതിൽ വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നൊരു കാര്യമാണ്. അത് നമുക്കൊരു മോട്ടിവേഷനായി. എനിക്ക് തോന്നുന്ന മിക്ക ഫ്രാഞ്ചൈസികൾക്കും അതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ വരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള കമ്പനികളോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് പയ്യെ വരുന്നത്. അതിനുശേഷം നമ്മുടെ ലാൽ സാർ വന്നു, ലാൽ സാറിൻ്റെ ആഡ് വന്നു, കുറച്ചും കൂടെ ഒരു ഹൈപ്പായി. പിന്നെ ഈ വർഷം ഒബ്വിയസ്ലി സഞ്ജു സാംസൺ ആൻഡ് സാംസൺ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ നന്നായിട്ടിത് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരള രഞ്ജി ഫൈനലിലെത്തി, വിഘ്നേഷ് പുത്തൂർ KCL കൊണ്ട് മാത്രം IPLലെത്തി. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക്, ഒത്തിരി പുതിയ യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ സപ്പോർട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്നാണേലും. പിന്നെ നമുക്കൊക്കെ അറിയാം, ഒരു ജേഴ്സിയിൽ നമുക്ക് മാക്സിമം ഒരു 5 ബ്രാൻഡൊക്കെയാണ് നമുക്ക്, ഒരു മെയിൻ ബ്രാൻഡ്സിനെയാണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുക. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിനെയൊക്കെ സമൂഹം എപ്പോഴും ഒരു സപ്പോർട്ടിങ് ബിസിനസ്സുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 ഫ്രാഞ്ചൈസികളേ ഉള്ളൂ. അപ്പോൾ 6 ഫ്രാഞ്ചൈസികൾക്കും ഒരു 5 സപ്പോർട്ടിങ് ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യലിയും ഹ്യൂജ്ലി വയബിളായി നമ്മുടെ യങ്സ്റ്റേഴ്സിന്, കളിക്കുന്ന പിള്ളേർക്ക് ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോം. കാരണം നമ്മൾ മറ്റ് സ്പോർട്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെലക്ട് ആയാൽ നമ്മൾക്ക് ഇൻ്റർനാഷണൽ വരെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഗെയിമാണ്. അതും അത്രയും എക്സ്പോഷർ ഉള്ളൊരു ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഒരു പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യങ്സ്റ്റേഴ്സ് ഇനി ഇതിലേക്ക് വരും, കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. നമ്മുടെ സൊസൈറ്റി ഇതിനെ ഒരു വലിയ രീതിയിലേക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ വളരാനുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മാറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ പ്രിയൻ സാർ വന്നു, ലാൽ സാർ വന്നു, ഇപ്പോൾ സഞ്ജു കളിക്കുന്നു, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വന്ന് ഇത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമായി, വലിയൊരു ഓപ്പർച്യൂണിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് നാളായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്നതുകൊണ്ട് അതൊരു ഒരു എക്സ്ട്രാ ഒരു എഫേർട്ടായിട്ട് തോന്നുന്നില്ല, വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് സഞ്ജു മൈറ്റ് ഹാവ് ടു. വലിയ സന്തോഷം. സുഭാഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഇത്രയും KCL എന്നുള്ളൊരു പ്ലാറ്റ്ഫോം, എന്നുള്ളൊരു ഇവൻറ്റ് ഇത്രയും വലിയൊരു ഇവൻറ്റായിട്ട് നാട്ടിൽ മാറിയതിൽ വലിയ സന്തോഷം. പിന്നെ അതിൽ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി എൻ്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയതിൽ വലിയ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നു. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ മാക്സിമം സമയം കേരള ക്രിക്കറ്റിനോടും കേരള ക്രിക്കറ്റേഴ്സിനോടും മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന KCക്ക് വലിയ നന്ദി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ തന്നെ കുറേ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരു 30-50% നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ അത്രയും സപ്പോർട്ട് ഈ ലീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും വലിയൊരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മാക്സിമം മാച്ചസ് കാണാൻ വരിക, മാക്സിമം പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കാഴ്ചവെക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ടീമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, കേരള ക്രിക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റം, അതിന് കുറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിനോടനുബന്ധിച്ച് നമ്മളെപ്പോലെ ഇതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അണ്ടർ 23 ആണ് ലാസ്റ്റ് ഏജ് കാറ്റഗറി. അത് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 സീസൺ മുമ്പ് നമ്മുടെ ക്രീമായിട്ടുള്ള കുറച്ച് പിള്ളേർ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയി. അപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല രഞ്ജി ട്രോഫിക്കാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കുറേ ചിന്തകൾ വന്ന് എന്ത് ചെയ്യും, പല സ്കീമുകൾ ഓടിച്ചിരുന്നു, ഒരു ടാലൻറ്റ് സ്കൗട്ടിങ്, പലതും വലിയ രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല. അതെല്ലാം കഴിഞ്ഞ് KCL ലോഞ്ച് ആവുന്നു, ഒരു മാസ്റ്റർ സ്ട്രോക്ക്. അത് എനിക്ക് തോന്നുന്നു ഈ KCL ലോഞ്ച് ആയതാണ്. കാരണം കഴിഞ്ഞ സീസൺ KCL ലോഞ്ചായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലേലത്തിന് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ലേലം എല്ലാം കഴിഞ്ഞ്, ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ്, ടീം മാച്ചസ് കഴിഞ്ഞു. അതിന് ശേഷമുണ്ടായ മാറ്റം നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതിനും ഉപരിയാണ്. കാരണം ക്ലബ് ക്രിക്കറ്റ് എന്ന് ഒരു പലപ്പോഴും എല്ലാവരും പറയുന്നത് ഡൈയിങ് ഒരു സാധനമായിരുന്നു ക്ലബ് ക്രിക്കറ്റ്. ആ ക്ലബ് ക്രിക്കറ്റ് വല്ലാണ്ട് ഉണർന്നു. കാരണം ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ക്ലബിൽ പോയി കളിക്കണം, ക്ലബിൽ പെർഫോം ചെയ്യണം. അതുകൊണ്ട് ക്ലബ് ക്രിക്കറ്റ് ഉണർന്നു, ക്ലബ്ബുകൾ ഉണർന്നു. ക്ലബ് ടൂർണമെൻറ്റ്സ് എല്ലാം ഡൈയിങ് ആയിരുന്നു, പല ടൂർണമെൻറ്റ്സ് നിന്നു പോയിരുന്നു. അപ്പോൾ ക്ലബ്ബ് ടൂർണമെൻറ്റ്സ് നടത്താനുള്ള ആവേശം പലർക്കുമായി വരുന്നു. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് കേരള ക്രിക്കറ്റിൽ വന്ന് അതിനുശേഷം ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബോളിങ്ങിന് വേണ്ടി തന്നെ വരുന്ന കുട്ടികൾ എത്രത്തോളം റിക്വസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ സീസണിൽ നമ്മൾ കുറേ യങ്സ്റ്റേഴ്സിനും അതോടൊപ്പം ഓപ്ഷനിൽ കിട്ടാണ്ട് പോയ അങ്ങനെ പലർക്കും നമ്മുടെ നെറ്റ് ബോളേഴ്സായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീമിൻ്റെ ഒപ്പം ക്യാമ്പിലുടനീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഇപ്പം നേരത്തെ റേഫി പറഞ്ഞ പോലെ അശ്വിൻ നമ്മുടെ ഒരു സെഷൻ ചെയ്യാൻ വന്നിരുന്നു. AT രാജാമണി എന്ന സഞ്ജുവിൻ്റെ ഉറ്റ സുഹൃത്തും ട്രെയിനറുമാണ്. അദ്ദേഹം സഞ്ജുവിനിൽ കൂടെ നമ്മുടെ അടുത്ത് അടുത്ത സെഷൻസ്. അപ്പോൾ ഇതെല്ലാം ഒരു ഐ ഓപ്പണറായിട്ട് പലർക്കും വന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കേരള ക്രിക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ കേരള KCയുടെ ആ ഒരു തീരുമാനം എത്രത്തോളം നല്ലത് നമുക്കറിയാം. വിഘ്നേഷിൻ്റെയും എല്ലാം കഥകളെല്ലാം അറിയാം. വരും കാലങ്ങളിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഈ സീസൺ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള ആ ഒരു മൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ടീമിൽ മാത്രമല്ല മൊത്തം ബാക്കി ടീമുകളിലും. അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ സഞ്ജു കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു KCL ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു. സുഭാഷ് ജിയെ പോലത്തെ ഓണേഴ്സ് നമ്മുടെ കൂടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അദ്ദേഹം ആണ് ഇതിൽ കട്ടയ്ക്ക് നമ്മളോട് തുടക്കം തൊട്ടേ പറഞ്ഞു സഞ്ജു നമുക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഓപ്ഷൻ പ്ലാനിങ് ആയിരുന്നു. സഞ്ജുവും നമുക്ക് വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ടീമും നല്ല രീതിയിൽ വരുന്നു, കേരള ക്രിക്കറ്റും നല്ലോണം ഉണർന്നു വരുന്നു. അതുകൊണ്ട് KCL ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൂടെ ലഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്രിക്കറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് വരും. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.